പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, നിന്നെ പിരിയില്ല എന്നേശുവേ. ഞാൻ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഈശോ ഇങ്ങനെ ഈശോ എന്റെ അടുത്ത് നിൽക്കുന്നതായിട്ടും ഈശോ എന്നെ കെട്ടിപ്പിടിച്ച ആ ഫീലോടെയാണ് പാടുന്നത്. അപ്പൊ ഞാനിതിങ്ങനെ ഇങ്ങനെ ഫീലോടെ പാടും. അങ്ങനെ ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടേ, ഇങ്ങനെ അവർക്ക് ഇങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ പറയും. അപ്പം എന്റെ ഈ ഞാനിങ്ങനെ പ്രൈസ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാനിങ്ങനെ ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ആ വാഗൊണ്ട് പറയുന്ന ആ ഒരു നന്ദി നന്ദി, ആ ഒരു സാധനത്തെക്കാളും ഞാനിങ്ങനെ പാട്ട് പാടി ഈശോയെ പ്രൈസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, അത് ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് അത് ഈശോയെ സ്നേഹിക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോഴും റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ പിള്ളേരൊന്നും ഫുള്ള് ബഹളമാണ്. അപ്പൊ ബഹളം ഉള്ളത് കൊണ്ട് ഞാൻ ഈ പാടുന്ന ആർക്കും കേൾക്കത്തില്ല. അപ്പൊ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്തു ഓരോരോ പാട്ട്. എനിക്ക് കുറെ പാട്ടുകളൊന്നും അറിയത്തൊന്നുമില്ലേ. ഞാനിങ്ങനെ കുറച്ച് പാട്ടിന്റെ കുറച്ച് ലൈൻസ് അങ്ങ് പാടി നല്ല ഒച്ചയിലാണ് പാടുന്നത്. ഇവര് ബഹളം വെക്കുന്നതോടെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഒച്ച പാടി റെക്കോർഡ് ചെയ്ത് കൊടുക്കും. എന്റെ അടുത്തിരിക്കുന്ന അവക്ക് ഈ പാട്ട് കേൾക്കുന്ന ഇഷ്ടമായതുകൊണ്ട് അവളും കേട്ടോണ്ടിരിക്കും. അപ്പം ഞാൻ കുളിക്കുമ്പോഴാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇപ്പൊ നടക്കുമ്പോഴും ചുമ്മാ ഇങ്ങനെ ഞാനിങ്ങനെ അങ്ങനെ പാടി ഇപ്പൊ ചുമ്മാ ഞാനിപ്പോ മിണ്ടുന്നില്ലേ തന്നെ എന്റെ ഉള്ളിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ആരും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും, തന്നെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പം ഈ പാട്ട് എന്നെ ഈശോയായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുപ്പിച്ച സാധനം. ഇങ്ങനെ പ്രൈസ് ചെയ്യാനൊക്കെ നമ്മുടെ ഒരു ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പ്രൈസ് ചെയ്യുകയാണെങ്കിലേ അത് കർത്താവിന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട്